ജിൻഡോ, ഇപ്പോൾ പിണറായി വിജയൻ രാഹുലിനെതിരെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സംസാരിക്കുന്നുണ്ട്. പക്ഷേ അതെപ്പോഴും വയനാട്ടിൽ എന്തിന് രാഹുൽ മത്സരിക്കുന്നു എന്ന ചോദ്യം ഉയർത്തിയായിരുന്നു. അത് സ്വാഭാവികമായും അവർക്ക് അവരുടെ രാഷ്ട്രീയ പാർട്ടിക്ക് ചോദിക്കേണ്ട ചോദ്യമാണ്. പക്ഷേ അതിനപ്പുറത്തേക്ക് എന്തുകൊണ്ട് ഇ ഡി ഇങ്ങോട്ട് വരുന്നില്ല, എന്തുകൊണ്ട് ഇ ഡി ഇവിടുത്തെ മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന് ആവർത്തിച്ച് രാഹുൽ ഗാന്ധി ചോദിച്ചപ്പോൾ രാഹുൽ തന്നെയാണോ ഈ പറയുന്നത് എന്ന ഒരു സംശയം പലർക്കുമുണ്ടായി. രാഹുലിന്റെ പതിവ് രീതി വിട്ടുകൊണ്ട് ഇവിടെ ഇതുവരെ നടത്താത്ത രീതിയിലുള്ള വിമർശനത്തിലേക്ക് രാഹുൽ കടന്നത് എന്തുകൊണ്ടാണ്? രാഹുലിന് അങ്ങനെ സ്വയം ഒരു രീതിയില്ല, ഇവിടുത്തെ നേതാക്കൾ നിർബന്ധിച്ച് രാഹുൽ പറഞ്ഞതാണ് എന്നൊരു വിമർശനവും CPM-ന്റെ ഭാഗത്തുനിന്ന് വരുന്നുണ്ട്. അത് തെറ്റായി പോയി എന്നൊരു വിലയിരുത്തലിലേക്ക് നിങ്ങൾ എത്തുന്നുണ്ടോ? ഒരു കാരണവശാലും തെറ്റല്ല സ്മൃതി. വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നത് എന്താണെന്ന് CPM ചോദിക്കുന്നത് അവരുടെ രാഷ്ട്രീയമാണെന്ന് താങ്കൾ തന്നെ പറയുന്നു. വയനാട്ടിൽ രാഹുൽ ഗാന്ധി 5 വർഷം മുമ്പ് 4.25 ലക്ഷത്തിന്റെ വോട്ടിന് വിജയിച്ച അദ്ദേഹത്തിന്റെ സിറ്റിംഗ് മണ്ഡലമാണ്. ആ മണ്ഡലത്തിൽ ഇന്ത്യ മുന്നണിയുടെ ബഹുമാനമൊക്കെ പറയുന്നുണ്ടല്ലോ. ഒരു ആനി രാജ എന്ന് പറഞ്ഞ സ്ഥാനാർത്ഥിയെ മുന്നേ കൂട്ടി രാഹുൽ ഗാന്ധി പ്രഖ്യാപിക്കുന്നതിന് മുമ്പേ തന്നെ സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിച്ച് മത്സരിക്കുകയും ഇതിന്റെ ഒരു മര്യാദകൾ ലംഘിച്ചതാരാ? അതിനുശേഷം രാഹുൽ ഗാന്ധിയെ നിരന്തരം ആക്രമിക്കുകയും ആക്ഷേപിക്കുകയും ചെയ്തതാരാ? എത്രയോ വട്ടം ആക്ഷേപങ്ങൾ ചൊരിഞ്ഞതിന് ശേഷമാണ് അദ്ദേഹം ചോദിച്ചത്. അദ്ദേഹം ചോദിച്ചാൽ എന്താ തെറ്റുള്ളത്? ഞാൻ അതിലേക്ക് വരുന്നതിന് മുമ്പേ രാഹുൽ ഗാന്ധിക്ക് ഏത് പേരും വിളിക്കാമെന്ന്, ഏത് പേരുമാകാം വിളിക്കാൻ ഉദ്ദേശിച്ചത് എന്ന് സമ്പത്ത് ആദ്യഘട്ടത്തിൽ അദ്ദേഹം സൂചിപ്പിച്ചു. ഞാനത് നേരത്തെ പറയാൻ വിട്ടുപോയതാണ്. ഏത് പേരാണ് വിളിക്കാൻ ഉദ്ദേശിക്കുന്നത്? BJP വിളിച്ച ഏതെങ്കിലും പേരാണ് വിളിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നമുക്ക് ഒരു കാര്യം ഉറപ്പിക്കാമല്ലോ, BJP വിളിക്കുന്നത് പോലെ തന്നെയാണ് CPM-ഉം രാഹുൽ ഗാന്ധിയെ അഡ്രസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നതെന്ന്. അപ്പം നിങ്ങൾ ഏത് BJP വിരുദ്ധ പോരാട്ടത്തിലാണ് രാഹുൽ ഗാന്ധിയോടൊപ്പം നിൽക്കുന്നത്? ഇങ്ങനെ BJP വിളിച്ച പേര് വിളിക്കുന്ന രാഹുൽ ഗാന്ധിയുടെ പടം വെച്ചിട്ട് നിങ്ങൾ മറ്റു സംസ്ഥാനങ്ങളിൽ പ്രചരണം നടത്തി വോട്ട് പിടിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങളുടെ ഇരട്ടത്താപ്പ് ഗതികേട് നിങ്ങളൊന്ന് സ്വയം പരിശോധിക്കണം. പിന്നെ 2019 ഏപ്രിൽ 1-ാം തീയതി ദേശാഭിമാനി പത്രത്തിന്റെ എഡിറ്റോറിയൽ, അന്ന് P. രാജീവ് ചീഫ് എഡിറ്റർ ആയിരുന്നു. അന്ന് എഡിറ്റോറിയലിൽ നിങ്ങൾ രാഹുൽ ഗാന്ധിയെ കുറിച്ചിട്ട് ആക്ഷേപിച്ചെഴുതിയിട്ടുണ്ട്. പപ്പു സ്ട്രൈക്ക് എന്നൊക്കെ പറഞ്ഞു. പിന്നീട് PM മനോജ് എന്ന് പറയുന്ന നിങ്ങളുടെ ആള്, ദേശാഭിമാനിയുടെ റിപ്പോർട്ടർ ചീഫായിട്ടുള്ള ആള്, അദ്ദേഹം അതിനെ ജാഗ്രത കുറവെന്ന് പറഞ്ഞ് FB-യിൽ പോസ്റ്റ് ഇട്ട് അത് തള്ളിപ്പറയുകയും ചെയ്തു. അതേ PM മനോജ് ഇന്ന് മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറിയാണ്. ഈ PM മനോജ് മുഖ്യമന്ത്രിയോട് പറയോ ഏത് പേരാണ് വിളിക്കാൻ ഉദ്ദേശിച്ചത് സഖാവെ അത് തിരുത്തണമെന്ന് പറയോ? പറയില്ല. അപ്പൊ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ സംഘപരിവാറിനെതിരെ ചെറുത്തുനിൽപ്പ് നടത്തുന്നു എന്ന് പറയുന്നു. എവിടെയാണ് നിങ്ങൾ ചെറുത്തുനിൽപ്പ് നടത്തുന്നത്? കോൺഗ്രസിനെ കൂട്ടാതെയാണ്. അതേ വായിൽ തന്നെ സമ്പത്ത് പറയുന്നു ഇന്ത്യയിൽ നിങ്ങൾ ഒരു ചെറിയ പാർട്ടിയാണെന്ന്. ഇങ്ങനെ ചെറിയ പാർട്ടിയായിട്ട് കേരളം മാത്രം ഭരിക്കുന്ന ഒരു പാർട്ടിയായിട്ട് മറ്റു പല സംസ്ഥാനങ്ങളിലും, ബംഗാൾ, ത്രിപുര ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ കോൺഗ്രസിനോടൊപ്പമാണ് നിങ്ങൾക്ക് പോളിംഗ് ബൂത്തിൽ പോകാൻ പറ്റുന്ന രാഷ്ട്രീയ കാലാവസ്ഥയുള്ളൂ എന്ന് മനസ്സിലാക്കിയിട്ട് പോലും നിങ്ങൾ BJP-ക്കെതിരെ ചെറുത്തുനിൽപ്പ് നടത്തുന്നു എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ന്യൂനപക്ഷ സ്നേഹം വ്യാജമാണ്. ഗാസ മുനമ്പിലെ പോരാട്ടത്തെക്കുറിച്ച്, ഇസ്രായേൽ അക്രമത്തെക്കുറിച്ചിട്ട് ആക്ഷേപിച്ച് സമരം ചെയ്ത ഒറ്റയാൾ സലീം എന്ന് പറഞ്ഞ തിരുവനന്തപുരം സ്വദേശിക്കെതിരെ നിങ്ങൾ കേസെടുത്തു. കലാപാഹ്വാനത്തിന് സ്റ്റാർബക്സിൽ പോയി സമരം ചെയ്ത ഫാറൂഖ് കോളേജിലെ കുട്ടികൾക്കെതിരെ നിങ്ങൾ കേസെടുത്തു. കലാപാഹ്വാനത്തിന് ഇസ്രായേലിനെതിരെ സമരം ചെയ്താൽ പോലും നിങ്ങൾ കലാപാഹ്വാനത്തിന് കേസെടുക്കുന്നത് സംഘപരിവാറിനെ പ്രീണിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. CAA-ക്കെതിരെ പ്രസംഗിച്ചാൽ നിങ്ങൾ കലാപാഹ്വാനത്തിന് കേസെടുക്കും. CAA-ക്കെതിരെ, നരേന്ദ്രമോദിക്കെതിരെ പ്രസംഗിച്ചാൽ കലാപാഹ്വാനത്തിന് കേസെടുക്കും. ഒറ്റ കാര്യം കൂടി സൂചിപ്പിക്കാം. മോദിക്ക് പേടി CPM-നാണെന്നാണ് താങ്കൾ പറയുന്നത്. മോദിക്ക് എങ്ങനെയാ CPM-നെ പേടി വരുന്നത്? CPM-ന് പേടി വരുന്നതിന് ഒറ്റ കാര്യമുള്ളൂ. BJP-യേക്കാൾ നന്നായിട്ട് സംഘപരിവാർ നയങ്ങൾ CPM കേരളത്തിൽ നടപ്പാക്കുന്നത് കൊണ്ടാണ്. BJP-കൾ നന്നായിട്ട് സംഘപരിവാർ നയങ്ങൾ കേരളത്തിൽ നടപ്പാക്കിക്കൊണ്ട് BJP-ക്ക് കിട്ടുന്ന വോട്ട് കൂടി തീവ്ര സംഘബോധമുള്ളവരുടെ വോട്ട് CPM ആകർഷിച്ചാലോ എന്നുള്ള പേടിയാണ് നരേന്ദ്രമോദിക്ക് കേരളത്തിലുള്ളത്. പിന്നെ സ്മൃതി ചോദിച്ച ചോദ്യം, ED എന്തുകൊണ്ട് കേരളത്തിലേക്ക് വരുന്നില്ല എന്ന് രാഹുൽ ഗാന്ധി ചോദിക്കുന്നത് തികച്ചും രാഷ്ട്രീയ ചോദ്യമല്ലേ? കേരളത്തിലെ മുഴുവൻ രാഷ്ട്രീയ നേതാക്കന്മാർ രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ ചോദിക്കുന്ന പൗരന്മാർ ചോദിക്കുന്ന ഒരു പൊതു ചോദ്യമല്ലേ അത്? ഷിബു സോറൻ അല്ലെങ്കിൽ അരവിന്ദ് കേജ്രിവാൾ അടക്കമുള്ള നേതാക്കന്മാർ, മുഖ്യമന്ത്രിമാർ ജയിലിൽ കിടക്കുന്ന സാഹചര്യം, വിവിധ രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട പ്രതിപക്ഷ നേതാക്കന്മാർ നിരന്തരം വേട്ടയാടപ്പെടുന്ന സാഹചര്യം. ഇവിടെ മുഖ്യമന്ത്രി പിണറായി വിജയനെ വേട്ടയാടണമെന്നൊന്നും ഞങ്ങൾ പറയുന്നില്ല. പക്ഷേ മുഖ്യമന്ത്രി പിണറായി വിജയനോ അദ്ദേഹത്തിന്റെ മകളോ അദ്ദേഹത്തിന്റെ കുടുംബങ്ങളോ അദ്ദേഹത്തിന്റെ പാർട്ടിക്കാരോ ഏർപ്പെട്ടിട്ടുള്ള തട്ടിപ്പ് അഴിമതി കേസുകളെ കുറിച്ച് അന്വേഷിക്കാൻ വരുന്ന കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്ക് BJP-യുടെ വേട്ടനായ്ക്കളാണെന്ന് നമ്മൾ പറയുമ്പോൾ ആ വേട്ടനായ്ക്കൾക്ക് പിണറായി വിജയന്റെ പാർട്ടിയെയും അദ്ദേഹത്തെ കുടുംബത്തെയും അദ്ദേഹത്തെയും കാണുമ്പോൾ യജമാന തുല്യ സ്നേഹമാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് അവിടെ എടുക്കുന്ന നയങ്ങൾ ED പോലെയുള്ള കേന്ദ്ര ഏജൻസികൾക്ക് BJP-യുടെ നയമാണ്. അത് അവർക്ക് വേണ്ടപ്പെട്ട പിണറായി വിജയനോട് ഒരു പ്രത്യേക നയമാണ്. അദ്ദേഹത്തെ സംരക്ഷിച്ച് നിർത്തുന്ന നിലപാടാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് അദ്ദേഹത്തിന്റെ മകൾക്കെതിരെയുള്ള കേസിൽ ED പ്രാഥമിക അന്വേഷണം തുടങ്ങിയിട്ട് അത് കേരളത്തിൽ മുഴുവൻ മറച്ചു വെച്ചത് BJP-ക്കാർ ഉൾപ്പെടെയല്ലേ? BJP-യുടെ കേന്ദ്ര നേതൃത്വം ഉൾപ്പെടെയല്ലേ? പിണറായി വിജയനെതിരെ നരേന്ദ്രമോദി കേരളത്തിൽ വന്ന് പ്രസംഗിച്ചില്ലേ? സ്വർണ്ണക്കടത്ത് കേസിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് ബന്ധമുണ്ടെന്ന് എന്ത് നടപടിയെടുത്ത്? ഇങ്ങനെ നിരന്തരം ഓരോ വിഷയത്തിലും BJP-യെ പ്രീണിപ്പിക്കുന്ന നയമാണ് പിണറായി വിജയൻ എടുക്കുന്നത്. ആ പേടിയാണ് BJP-യേക്കാൾ നന്നായിട്ട് സംഘപരിവാർ നയം നടപ്പാക്കുന്ന പേടിയാണ് നരേന്ദ്രമോദിക്ക് പിണറായി വിജയനെ കുറിച്ചുള്ളത്.
ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.